മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. നൂറുമേനിയുമായൊരു മാമ്പഴക്കാലം രണ്ടാം ഭാഗം. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നവനവ ശാസ്ത്ര ദർശനങ്ങൾക്ക് നിദാനം. കണ്ണിമാങ്ങ പറിച്ചതിന് അമ്മയുടെ തല്ലുകൊണ്ട ഉണ്ണിയുടെ കഥ പറഞ്ഞ വയലോപ്പിള്ളിയുടെ മാമ്പഴം ഇന്നത്തെ ഉണ്ണികൾക്ക് കൗതുകം മാത്രമാകാം. വീട്ടിൽ ഒരിക്കലും കായ്ക്കാത്ത ഒരു മാവുണ്ടോ? വിഷമിക്കണ്ട, ഈ ഗ്രാഫ്റ്റിംഗ് വിദ്യയ്ക്ക് യോഗ്യയാണവൾ. കായ്ഫലം നിലച്ച മാവാണോ? സാരമില്ല, ഈ വിദ്യ പരീക്ഷിച്ചറിയുക. 50 വർഷത്തോളമായി കായ്ഫലം നൽകാത്തതാണ് പൈലിയുടെ ഈ മാവ്. ഇതിലിപ്പോൾ നീലാരി പസന്തും കൊളമ്പും ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. മായമില്ലാത്ത മാമ്പഴം മക്കൾക്ക് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു മൾട്ടി വെറൈറ്റി ഗ്രാഫ്റ്റിംഗ് വിദ്യയുടെ അനുഗ്രഹവുമായി ഇന്നും നൂറുമേനിയിലെത്തുന്ന മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PM അഗസ്റ്റി ഈ വിദ്യയുടെ സാധ്യതകൾ പരീക്ഷിച്ചു വിജയിച്ച ഏതാനും ചിലരെ കൂടി നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ മാവ് ഒരു 50 വർഷമായിട്ട് കായ്ക്കാതെ നിന്നിരുന്ന നീലം മാവാണ്. ഈ മാവിനെ ഇവിടെ റൗണ്ടായിട്ട് മുറിച്ച് കളഞ്ഞിട്ട് ആ വന്ന തളിരിൽ ഒരു 3 ഇനം മാവ് വേറെ വെച്ചു. ഒന്ന് നീലാരി പസന്ത്, ഒന്ന് കൊളമ്പ്, ഒന്ന് കോട്ടയപ്പറമ്പിന്. അതിൽ കൊളമ്പും നീലാരി പസന്തും 3-ാം വർഷമായപ്പോഴത്തേനും ഇത്ര വളർച്ചയായി, ശരിക്കും കൈവണ്ണം വളർച്ചയും വന്നു, കായ്ക്കുകയും ചെയ്തു. മേച്ചേരി ജോസിൻ്റെ വീട്ടുവളപ്പ്. ഈ മാവിന് 14 ഇനം ഇലകൾ, കായ്കളോ 14 ഇനം രുചിയിൽ. ഇത് ഒല്ലൂര് ചിന്നൻ ജ്വല്ലറി ജോസ് ഏട്ടൻ്റെ വീടാണ്. മേച്ചേരി വീട് ഒല്ലൂര്. ഇത് ഈ മുറ്റത്ത് ഒരു വിശാലമായൊരു നാട്ടുമാവാണ് നിന്നിരുന്നത്, കോമാവ്. ഈ കോമാവിൽ മാങ്ങയൊന്നും അങ്ങനെ ഉണ്ടാകാറില്ലായിരുന്നു. അങ്ങനെ ആണ് ഞാനിത് വന്ന് കണ്ടിട്ട് ഇതിനെ ആദ്യം ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് ചെറുതാക്കി നല്ല സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന മാവായതുകൊണ്ട് ഒരു 10-20 ഇനം ഞങ്ങൾക്കിതിൽ ചെയ്യാൻ സാധിച്ചു. ഇതിപ്പം മുള വരുന്നതനുസരിച്ച് ഞങ്ങൾ പല സ്റ്റേജായി 6 വർഷമായതുവരെ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൽ മുണ്ടപ്പയുണ്ട്, കോശ്ശേരിയുണ്ട്, ഹൈബ്രിഡുണ്ട്, ചന്ദന മാങ്ങയുണ്ട്, ദിൽപസന്ത് മാങ്ങയുണ്ട്, അൽഫോൺസ മാങ്ങയുണ്ട്. 7 വർഷം ആയ മാവ് വരെ ഉണ്ട് ഇതിൽ. പിന്നെ ഇപ്പം പുതിയതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. 1-2 ഒടിഞ്ഞു പോയിരുന്നു. അതിന് പകരം അത് പുതിയ മുളയിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. 3-4 എണ്ണം കായ്ക്കാനുണ്ട്. കോട്ടപ്പുറമ്പ് കായ്ക്കാനുണ്ട്, മൾഗോവ കായ്ക്കാനുണ്ട്, പിന്നെ ജഹാംഗീർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കായ്ക്കാറാകുന്നേ ഉള്ളൂ. 10-20 വെറൈറ്റി ഇപ്പോൾ കായ്ച്ചതുണ്ട്. ഹൈബ്രിഡ്, മുണ്ടപ്പ, ചന്ദനം, ബാംഗ്ലൂർ അഥവാ സേലം, ദിൽ പസന്ത്, അൽഫോൻസ, സിന്ദൂരം, പ്രിയൂർ, നീലാരി പസന്ത്,
നാട്ടുമാവ്, കോശ്ശേരി, കാലപ്പാടി, മൽഗോവ എന്നിങ്ങനെ 14 ഇനം മാവിൻ ശാഖകളാണ് ഈ വൃക്ഷത്തിൽ. മാവിൻ്റെ ഉയരം കുറച്ച് ശാഖകൾ താഴേക്ക് വളരത്തക്ക വിധത്തിൽ ക്രമീകരിക്കാം. കല്ലെറിഞ്ഞു മാങ്ങയിടാൻ ശ്രമിച്ചാൽ അയൽക്കാരൻ്റെ നെഞ്ചിലാവും കൊള്ളുക. മാവ് കയറ്റക്കാരെയും ഇക്കാലത്ത് കിട്ടിയെന്ന് വരില്ല. പരാശ്രയം കൂടാതെ മാങ്ങ പറിക്കാമല്ലോ. ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായാലല്ലേ ഓരോ ഇനം മാവും നട്ടുവളർത്താനാവൂ. ഇത് മരത്താക്കര കൊച്ചുപ്ലാക്കൽ സെബാസ്റ്റ്യന്റെ തൊലികൈപ്പൻ മാവ്. പല ഘട്ടങ്ങളിലായി ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഇനങ്ങളും ഫലം നൽകി തുടങ്ങിയാൽ 25 ഇനം മാങ്ങകളുടെ രുചി സെബാസ്റ്റ്യൻ കുടുംബത്തിന് സ്വന്തം. സിന്ദൂരം, ചന്ദ്രക്കാരൻ, മല്ലിക, കോട്ടപ്പറമ്പൻ, കൊളമ്പ്, കാലപ്പാടി ഇങ്ങനെ 25 ഇനം. എല്ലാ ഇനങ്ങളും ഫലം നൽകി തുടങ്ങിയിട്ടില്ല. ഇത് വലിയൊരു തൊലികൈപ്പൻ മാവാണ്. ഇതിലിപ്പം വളരെ ഉയരത്തിലേക്ക് പോയിരുന്നു. അപ്പം മാവിൻ്റെ മുറ്റത്തേക്കുള്ള ഭാഗങ്ങൾ മുകൾഭാഗം വെട്ടി കളഞ്ഞ ശേഷം ഇതിൽ 10-25 വെറൈറ്റികൾ ആ വെട്ടിവിട്ട മുളയിൽ 10-25 ഇനങ്ങൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പിടിപ്പിച്ച ഓരോ ഇനവും മുകളിലേക്ക് പോകാതെ താഴേക്ക് കാവടി പോലെ താഴേക്ക് വളർത്തി ഇപ്പോൾ ഒരു 3-4 വർഷമായി. കഴിഞ്ഞ വർഷം ജസ്റ്റ് പൂത്ത് തുടങ്ങിയായിരുന്നു. ഈ വർഷം ആദ്യം കായ്ക്കുകയാണ്. ഒരു 25 വെറൈറ്റിയോളം ഉണ്ട്. പല തവണയായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അപ്പം പല വലിപ്പമുണ്ട്. ആദ്യം ചെയ്തത് കായ്ച്ചു തുടങ്ങി. ഇതിൻ്റെ ഭാഗത്ത് ഈ ഒട്ടിൻ്റെയൊക്കെ മുകളിൽ ആ നാടൻ ഇനം, ആ തൊലികൈപ്പൻ ഇനം തന്നെ കുറച്ച് വളരുന്നുണ്ട്. അത് ഈ മാങ്ങ കഴിയുമ്പം അത് വെട്ടിക്കളഞ്ഞിട്ട് ഇത് എല്ലാം ഈ കാർപോർച്ചിൻ്റെ ഈ മുകളിൽ നിന്ന് ഒരു വലത്തോട്ട് കൊണ്ട് പറിക്കാവുന്ന രീതിയിൽ ഇത് കിട്ടുന്നതാണ്. സെബാസ്റ്റ്യന്റെ ബംബ്ലിമാസ് നാരകത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നാരകത്തിന്റെ കായ്ഫലം നോക്കൂ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നാരങ്ങ വില ഓർക്കുമ്പോൾ നമുക്ക് ഈ നാരകം കാണുമ്പോൾ ഉള്ളിലൊരാഗ്രഹം തോന്നുന്നില്ലേ? നാടൻ ഇനത്തിൽപ്പെട്ട വടുകുപ്പുളി അല്ലെങ്കിൽ ബംബിളൂസ് നാരകം അത് വലിയ മരമായിട്ട് പോകുന്ന നാരകമാണ്. അതിലാണ് ഈ ചെറുനാരകം പിടിപ്പിച്ചത്. ലെമൺ ആണ് ഇത്. പിടിപ്പിച്ചിട്ട് 2 വർഷത്തോളം ആകുന്നുള്ളൂ. ഈ ജോയിൻറ്റിലാണ് അത് ഒരു ചെറിയ പീസ് ഒട്ടിച്ച് വെച്ചത്. ഇപ്പോൾ ഇതിൽ നിറയെ പല സ്റ്റേജായിട്ട് വേനക്ക് ധാരാളം നാരങ്ങ കായ്ച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയ്ക്ക് ഇപ്പോൾ മാർക്കറ്റ് റേറ്റിൽ ഒരു നാരങ്ങയ്ക്ക് 5 രൂപ വരെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ പഴയ ബംബിളൂസ് നാരകമോ വടുകുപ്പുളി നാരകമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്കിങ്ങനെ ചെറുനാരകം, ലൈം, അതുപോലെ ഈവൻ ചൈനീസ് ഓറഞ്ച്, പിന്നെ ഇസ്രയേൽ ഓറഞ്ച് അങ്ങനെയുള്ള എല്ലാ ഇനവും പിടിപ്പിക്കാവുന്നതാണ്. ഒല്ലൂരിലെ ജോജി കല്ലറച്ചുള്ളിക്ക് വീട്ടുപറമ്പിന് തീരെ ഇടമില്ല. ഈ മാവിൽ ഖിയോ മാങ്ങ പഴുത്തു നിൽക്കുന്നത് കണ്ടില്ലേ? കാലപ്പാടി, കോട്ടപ്പറമ്പൻ, ആർക്ക ആൻമോൾ, അൽഫോൺസ, പ്രിയൂർ എന്നീ ഇനങ്ങളും ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു. ടെറസിലേക്ക് ചാഞ്ഞു വളരാൻ വിധം ഗ്രാഫ്റ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. എത്ര പൊക്കമുള്ള മാവിനെയും കൊമ്പ് മുറിച്ച് ഗ്രാഫ്റ്റിംഗ് നടത്താനാവും. ഒരു മാവ് നിൽക്കാൻ ഇടമുള്ള ഏതൊരാൾക്കും
ഈ ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ വിവിധ ഇനം മാങ്ങകളുടെ സ്വാദ് നുണയാം. മുക്കാട്ടുകര ജോർജ് കവലക്കാടിൻ്റെ ബാംഗ്ലോറ മാവിലെ ചേരുവ നോക്കൂ. അൽഫോൻസ, മല്ലിക, നീലാരി പസന്ത്, നീലം, കോട്ടപ്പറമ്പൻ. അൽഫോൻസ മാങ്ങ പറിച്ചു വച്ചിരിക്കുന്നു. നാവിൽ കൊതിയൂറുന്നുണ്ടോ? അൽഫോൻസ മാങ്ങയ്ക്ക് വില അല്പം കൂടുമെങ്കിലും രുചി അതിലുമേറെ കൂടും. ഈ മദർ പ്ലാന്റ് സേലം മാവ് അല്ലെങ്കിൽ ബാംഗ്ലോറ അല്ലെങ്കിൽ കിളിമൂക്ക്, കിളിച്ചുണ്ടൻ എന്നൊക്കെ പറയുന്ന ആ ഇനമാണ്. ആ ഇനത്തിന് കേരളത്തിലൊരു പ്രത്യേകത, ഈ കമ്പുടക്കം കൂടും. പിന്നെ മാങ്ങ അത്ര പഴുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ മാവേൽ ഞങ്ങൾ ഒരു ആപ്പ് അൽഫോൺസ മാവ് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അതിന് എക്സ്പോർട്ട് വാല്യൂ ഉള്ളതാണ്. നേരത്തെ പഴുത്ത് മഴയ്ക്ക് മുമ്പ് അത് പഴുത്ത് കിട്ടുവാണെങ്കിൽ ഡസന് 2000 രൂപ വരെയും വില മാർക്കറ്റിലുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ലുലുവിൽ ഒരു കിലോയ്ക്ക് 500 രൂപ വരെയും എടുക്കുന്നുണ്ടെന്ന് ഉള്ളിടത്തോളമാണ് അറിയുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് മല്ലികയാണ്. മല്ലിക 2 എണ്ണം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മല്ലിക വലിയ മാങ്ങയാണ്. നീലനും ദശേരിയും കൂടെ ഉള്ളൊരു സങ്കരമാണ്, ഹൈബ്രിഡാണ്. മാങ്ങാണ്ടി വളരെ ചെറുതാണ്, നല്ല പഴമാണ്. അതുകൊണ്ട് അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നീലാരി പസന്ത് വെച്ചിട്ടുണ്ട്, ഒരു നീലം വെച്ചിട്ടുണ്ട്, ഒരു സ്ഥിരം കായ്ക്കുന്ന 4 തവണ കായ്ക്കുന്ന ഒരു കോട്ടയപ്പറമ്പിലും വെച്ചിട്ടുണ്ട്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിരമിച്ച ഡോക്ടർ MK ഷീലയുടെ ഭവനാങ്കണം. ഒരു മരത്തിൽ കോശേരി, ദിൽപസന്ത്, ഹൈബ്രിഡ്, കൊളംബ്. മണ്ണൂത്തിയിൽ ദേവസി കുറുമാത്തി ഹൗസിൽ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ആലിസ് കുര്യൻ. ഈ മെത്തേഡ് ടോപ്പ് വർക്കിംഗ് എന്ന് പറയും. അതായത് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള മാവുകളെ നമുക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റാനുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇത് മാവുകൾ വളർന്ന് വലുതായ മാവുകളിലും നമുക്കിത് ചെയ്യാം. ശിഖരങ്ങളുള്ള വലിയ ശിഖരങ്ങളുള്ള മാവുകളെ നമുക്ക് വെട്ടിമാറ്റി, ശിഖരങ്ങൾ വെട്ടിമാറ്റുക, അതിൽ നിന്ന് വരുന്ന ചെറിയ പൊടിപ്പുകൾ, ആ പൊടിപ്പുകളിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ മെത്തേഡ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് വിവിധ ഇനം മാവുകളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങളെ നമുക്ക് ഒരു മാവിൽ തന്നെ 3-4 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. അത് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടെ കോമ്പാറ്റബിൾ ആയിട്ടില്ല, അതായത് ഏതാണ്ട് ഈക്വൽ ഗ്രോത്ത് ഉള്ള വെറൈറ്റി വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ഭയങ്കര വിഗ്രസ് ആയിട്ടുള്ള വെറൈറ്റി ബാക്കി വെറൈറ്റീസിനെ ഓവർഗ്രോ ചെയ്യും. അപ്പോൾ ചില വെറൈറ്റീസ് സപ്രസ്ഡായി പോകും. അതുകൊണ്ട് ഒരുമാതിരി കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മാങ്ങ ലഭിക്കുന്നുണ്ട്. കാലേപ്പാടി, ഉദാഹരണത്തിന് കാലേപ്പാടി വളരെ ചെറിയ ഇലകളും അതുപോലെ വളരെ കോമ്പാക്റ്റായിട്ട് വളരുന്നൊരു വെറൈറ്റി ആണത്. അപ്പോൾ അതുകൊണ്ട് കാലേപ്പാടി ഇങ്ങനെ ടോപ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് നാസിക് പസന്താണ്, ഇത് നിലാരി പസന്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനങ്ങളെ ഒരു മാവിൽ തന്നെ, നമുക്കൊരു മാവ് ഉള്ളുവെങ്കിൽ ആ മാവിൻ്റെ വിവിധ ശാഖകളിൽ നമുക്കിഷ്ടപ്പെട്ട ഇനങ്ങളെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂണിങ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. അല്ലാതെ ഓവർ ഗ്രോ ചെയ്ത് വരുമ്പോൾ ക്രൗഡഡ് ആവും, ബ്രാഞ്ചസൊക്കെ ക്രൗഡഡ് ആവുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഇയർലി വൺസ് ഒരു പ്രൂണിങ്, അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ബ്രാഞ്ചസ് അതുപോലെ ഡിസീസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചസൊക്കെ വെട്ടിമാറ്റിയിട്ട് അതിനെ പ്രൂണിങ് ചെയ്ത് അതിൻ്റെ കനോപ്പി ഒന്ന് ക്രമീകരിച്ചാൽ നല്ലതായിരിക്കും. ഈ മാവ് ഒരു 10-20 വർഷം പ്രായമുള്ള മാവാണ്. കായ്ക്കാത്ത മാവായിരുന്നു. അതിലിപ്പം ഈ രീതിയിൽ ഞങ്ങൾ ഓരോ കമ്പും വേറെ വേറെ മുറിച്ച് കൊടുത്തു. മുറിച്ച് വിട്ടിട്ട് അതിൽ 2 വെറൈറ്റി ഇപ്പം ഒട്ടിച്ചത് കായ്ച്ച് നിൽപ്പുണ്ട്. ഒന്നിത് നാസിക് പസന്ത്, അത് തൊലികൈപ്പൻ എന്ന് പറയും. ഒരു കറിക്കൊക്കെ ഏറ്റവും ഫേമസ്, നല്ല പേര് കേട്ടൊരു മാങ്ങയാണ്. എന്നും പച്ചമാങ്ങായ്ക്ക് ഒരു 50 രൂപയുടെ മുകളിൽ
കിലോയ്ക്ക് വില കിട്ടുന്നൊരു വെറൈറ്റിയാണത്, തൊലികൈപ്പൻ. അതിനൊരു ഓൾട്ടർനേറ്റ് ബെയറിങ് ക്യാരക്ടർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ കായ്ക്കാത്ത കമ്പുകൾ വെട്ടിവിടുന്ന ഇതേ രീതിയിലാണ്. ഈ കമ്പ് വെട്ടിവിട്ടിട്ട് ഇതിൽ ആ കട്ടൻറ്റിൽ ചെതൽപ്പുറ്റ് മണ്ണും കൂടെ തേക്കും. അതിനി തേക്കാനുള്ളതാണ്. ചെതൽപ്പുറ്റിൻ്റെ മണ്ണ് തേച്ച് കഴിഞ്ഞാൽ അവിടെ ഉണക്കമടിക്കുകയോ യാതൊന്നും ചെയ്യാതെ അത് ഭംഗിയായിട്ട് ഇനി അവിടെ പുതിയ മുളകൾ വരും. ആ മുളകളിൽ 1-2 മുള നല്ല മുളകളെ മാത്രം, ആരോഗ്യമുള്ള മുളകളെ നിർത്തിയിട്ട് അതിലാണ് നമ്മളിഷ്ടമുള്ള വെറൈറ്റീസ് ഇങ്ങനെ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യുന്നു. മരം കൊമ്പ് വെട്ടിയാൽ 6 മാസത്തിനകം ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള മുളകൾ പൊട്ടും. നല്ല ആരോഗ്യമുള്ള മുളകളെ ഗ്രാഫ്റ്റിനു വേണ്ടി നിലനിർത്തി മറ്റുള്ളവയെ നീക്കം ചെയ്യും. അടുത്ത 3 മാസത്തിനകം ഗ്രാഫ്റ്റിംഗ് നടത്താം. പ്രിയതരവും ദീർഘകാലം വിള തരുന്നതുമായ മരങ്ങളിൽ നിന്നും മുറിച്ചെടുക്കുന്ന ശിഖരങ്ങളാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് നടത്തുന്ന രീതി നമുക്ക് കാണാം. 10-25 വർഷം പ്രായമുള്ള കായ്ക്കാത്തൊരു മാവാണിത്. അപ്പം ഇവിടെ ഇതിനെ ഒന്ന് വെട്ടി ചെറുതാക്കി ഇതിൽ കേടുണ്ടായിരുന്നു, അത് മരുന്നുമൊക്കെ തേച്ച് ബോഡോ പേസ്റ്റ് തേച്ച് നിർത്തി. അപ്പം 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ പുതിയ മുള വന്നു. ഈ മുകളത്തിലേക്ക് ആണ് പുതിയ ഇനം. ഇപ്പം മൂവാണ്ടനാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. പുതിയ മുള വരുന്ന ആ മുളയിലാണ് ചെയ്യുന്നത്. മുള വട്ടം മുറിച്ച് അതിൽ നടുവേ പിളർന്ന് നമ്മൾ ഒട്ടിക്കുന്ന ആ ഇനം മൂവാണ്ടൻ കമ്പ് സയൻ എന്ന് പറയും. അത് പാര പോലെ കൂറുമ്പി